യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അല്പസമയം നമുക്ക് മാതാവിനെ കുറിച്ച് ചിന്തിക്കാം അല്ലെ. ഇപ്പോ അമ്മ മാതാവിന്റെ സ്വർഗാരോഹണ പെരുന്നാളാണ് അല്ലേ. വ്യത്യാസമുണ്ട് കേട്ടോ. സ്വർഗ ആരോഹണമുണ്ട്, സ്വർഗ ആരോപണമുണ്ട്. മനസ്സിലായോ? യേശുവിന്റെ സ്വർഗ ആരോഹണം, അമ്മയുടെ സ്വർഗ ആരോപണം. വ്യത്യാസം മനസ്സിലായോ? രണ്ടും ഒന്നല്ല. ഇതൊരു ആരോഹണമാണ്, മറ്റത് ആരോഹണമാണ്. ഒറിജിനൽ സംഭവമാണ് സംഭവിച്ചത്. ഇവിടെ ഒരു ചെറിയ ഡൗട്ട് അല്ലേ. പക്ഷേ സഭ 1950 12-ാം പിയൂസ് പാപ്പ നവംബർ 1 ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. എന്ത്? അമ്മ മാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത്. നമ്മൾ ഒത്തിരി ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട. കാരണം നമുക്കറിയാം ഹെനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. ദൈവത്തിന് ഹിതമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച് ഹെനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അല്ലേ. മോശെ പിന്നെ ആരും കണ്ടില്ല, മലയിലേക്ക് കയറി പോയതുള്ളൂ. പിന്നെ ആരും കണ്ടില്ല. എവിടെ പോയി? കരടി പിടിച്ചിട്ടുണ്ട് കുറുക്കുന്നത്. മോശ ദൈവം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവ്, ലക്ഷങ്ങളെ നയിച്ചവൻ, സൗമ്യൻ. ഒരുത്തരെ അടിച്ചോണ്ടൊക്കെ ഓടിയത് കാര്യം. പക്ഷേ എന്തുണ്ടായി? ദൈവം സൗമ്യനാക്കി മാറ്റി. നമ്മുടെ ദൈവത്തിന് സാധ്യമാണല്ലോ. മോശയെ പോലെ സൗമ്യനായിട്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ പറയുന്നത്. ആ മോശ ഇങ്ങനെ മരിച്ച് മണ്ണിനും മുഴുവനും ദൈവം വിട്ടുകൊടുത്തില്ല. പിന്നെന്ത് ചെയ്തു? ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിട്ടുണ്ടാകാം. ആരും കണ്ടിട്ടില്ല, പക്ഷെ ഉയർത്തിട്ടുണ്ടാകാം. അതെങ്ങനെയാ നമ്മൾ അറിയുന്നത്? എങ്ങനെയാ അറിയുന്നത്? കണ്ടോ വരുന്നുണ്ടോ? എങ്ങനെ നമ്മൾ അറിയുന്നത്? താബോർ മലയില് ഈശ്വരൂപാന്തരപ്പെട്ടപ്പോ ആരൊക്കെ വന്ന് സംസാരിച്ചോണ്ടിരുന്നേ? മോശ, ഏലിയ. ഈ ഏലിയ ആയിക്കൊണ്ട് പോയ പുള്ളിയാ സ്വർഗത്തിലേക്ക് ഇതുപോലെ എടുക്കപ്പെട്ട പുള്ളിയാ അല്ലേ. കണ്ടോ? അപ്പൊ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് എവിടെയാ? അവര് ജീവനോടെ വന്ന് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആത്മശരീരങ്ങളോട് പരിശുദ്ധയാമോന്ന് സംസാരിക്കുന്നോ? ഉണ്ടോ? ഈ 21-ാം നൂറ്റാണ്ടില് എത്രയോ ഇടങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത്. ആത്മാവിലും ശരീരത്തിലും വരാൻ അമ്മയ്ക്ക് കഴിയും. 950-ലാണ് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചതെങ്കിലും 5-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതി മുതല് അമ്മ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ സഘോഷം കൊണ്ടാടിയിരുന്നു. പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും ആഘോഷത്തോടെ കൊണ്ടാടിയിരുന്നു. ഇതാണ് അമ്മ മാതാവ്. ഏലിയാ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സംശയമൊന്നുമില്ലല്ലോ. ആത്മീയ രഥങ്ങൾ എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഇമാജിൻ ചെയ്ത് ഈ നിൽക്കുന്ന സ്വർഗത്തിലേക്കൊക്കെ എടുക്കപ്പെടുകയാണെങ്കിൽ
മരിക്കുന്നതിന് മുമ്പ് ആ എടുക്കപ്പെടലൊന്ന് കാണാൻ, ആ രണ്ടാമത്തെ വരവൊന്ന് പെട്ടെന്നായിരുന്നെങ്കിൽ. ലക്ഷണമൊക്കെ കണ്ടിട്ട് അല്ലേ അടുത്ത് പിടിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏലി എടുക്കപ്പെട്ടു, മോശ എടുക്കപ്പെട്ടു. നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധ അമ്മ എടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് സ്വർഗത്തിലായിരിക്കുന്നവര് അവരുടെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് നമുക്ക് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വരികയാണ്. കാരണം എന്താ? അവര് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, കരങ്ങൾ നീട്ടുന്നു. അമ്മ 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 സമം സ്നേഹം, സമം സഹനം. അമ്മ സ്നേഹമാണ്, ഒപ്പം സഹനമാണ്. ഒരമ്മ അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം പ്രസവിച്ച അമ്മമാരല്ലേ? അല്ലേ? പ്രസവിക്കാത്ത അമ്മമാരും കീറിയെടുക്കുന്നില്ലേ? അത് പ്രസവിക്കല്ലോ, സഹിച്ച് പ്രസവിച്ച അമ്മമാർ. മയക്കി എടുത്തിട്ട് കീറിയെടുത്ത എന്താ അറിയാതെ? തമ്പുരാനെ വെല്ലുവിളിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ത്? നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞിനെ പ്രസവിക്കും. ഇത് അങ്ങ് ഏതോട്ടത്തില് തമ്പുരാന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ഒരു ചെറിയ പണിഷ്മെന്റ്, ചെറുത്. അതുകൊണ്ട് ബുദ്ധിയുള്ള അമ്മമാരെന്ത് ചെയ്യും? ഒന്നാമത് കാണുമല്ലോ, കീറിക്കോ. ചില അപകട ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ വേദന സഹിക്കാൻ തയ്യാറില്ലാത്ത നല്ലൊരു ശതമാനം ചെറുപ്പക്കാര് ഇന്ന് ഇങ്ങനെ സിസേറിയൻ ചെയ്തോളാൻ ചെല്ലുമ്പേ തന്നെ പറയും, എനിക്ക് വേദന എന്നാ നടക്കില്ല, അങ്ങനെ ചെയ്തോളാൻ പറയും. നമ്മുടെ കുടുംബങ്ങളാണ് പറഞ്ഞു. ഞാൻ കുറച്ചോളം നോക്കാൻ പറഞ്ഞു. ഡർമയിലായില്ല, നമ്മുടെ ഡോക്ടർ സിസ്റ്റർ ഡോക്ടറാണല്ലോ, ടെക്നീഷ്യൻ തിരിച്ചു പോകാം. അത് ഓടി നിന്നു ചെയ്യട്ടെ, ഞങ്ങൾ കുറച്ചോളം ചെയ്യട്ടെ, 5 മിനിറ്റ് സമയം സാർ കൂടെ അവിടെ പൊളിക്കുക. ശരിയാ, ഞാൻ പറയാം എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. അപ്പോ അമ്മ, നമ്മൾ ചിന്തിച്ചത് അമ്മ സ്നേഹമാണ്, ഒപ്പം സഹനമാണ്. ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ വിശ്വാസം കൂടിയാണ്. ആരുടെ വിശ്വാസം? ആർക്കുള്ള വിശ്വാസം? ഒരമ്മയുടെ വിശ്വാസം അത് അനുകരിക്കുന്നതാണ്, അത് കണ്ടുപിടിക്കുന്നതാണ്. ആരാ? അമ്മയുടെ വിശ്വാസം അങ്ങനെ തന്നെ പകർത്തുന്നതാണ് ജീവിതത്തിലേക്ക്. ആരാ? സ്നേഹം മാത്രം പോരാ, ഒരമ്മയ്ക്ക് ആഴമായ വിശ്വാസം കൂടി ഉണ്ടായില്ല. ആഴമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ തെളിവിൽ നിന്നാണ് ദൈവസ്നേഹത്തിൽ ഉരുത്തിരിയുന്ന സഹനത്തിലൂടെ കിട്ടുന്ന കുഞ്ഞുങ്ങളെ ആ ആഴമായ വിശ്വാസത്തിൽ അതിന്റെ അടിത്തറയിൽ വളർത്തിയെടുക്കുമ്പോഴാണ്, വിശ്വാസത്തിന്റെ അടിത്തറ ആകിക്കൊണ്ട് അതിൽ വളർത്തിയെടുക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ സ്നേഹിക്കാനും സഹിക്കാനും ഒക്കെ പഠിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ
വിശുദ്ധ ഗ്രന്ഥത്തില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഓരോ അമ്മമാരെ കാണാം. പഴയ നിയമത്തില് ഒരമ്മയെ തട്ടിയിട്ട് ഒരമ്മയെ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെ അത് 2 മക്കബായ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 14 വരെ തിരുവചനങ്ങളാണ്. 2 മക്കബായ 7-ന്റെ 1 മുതൽ 14 വരെ തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവനിഷിദ്ധമായ, ദൈവത്തിന്റെ ജനത്തിന് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കുവാൻ വേണ്ടി ഒരമ്മയെയും 7 മക്കളെയും അന്നത്തെ വിജാതീയ രാജാവ് നിർബന്ധിക്കുകയാണ്. ആ അമ്മ അത് സമ്മതിച്ചില്ല. വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരമ്മ, ദൈവസ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരമ്മ, സഹനത്തിൽ ജീവിതത്തെ പടുത്തുയർത്തുന്ന ഒരമ്മ, അങ്ങനെ ഒരമ്മയെ, ഒരൊറ്റ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുകയുള്ളൂ. 2 മക്കബായ 7-ന്റെ 1 മുതലുള്ള വചനങ്ങളിലാണ്. അവിടെ ഒന്നിനു പുറകെ ഒന്നായി 7 മക്കളെയും അതികഠിനമായ പീഡനങ്ങൾ ഏൽപ്പിച്ച് വലിയ ചീഞ്ചട്ടിയൊക്കെ അടുപ്പയിൽ വെച്ച് പഴിപ്പിച്ചിട്ടേ ആ ചീഞ്ചട്ടിയിലേക്ക് കുഞ്ഞുങ്ങളെടുത്തൊരു അമ്മയുടെ വേണ്ടി. കഥയല്ല, ഉണ്ടായ സംഭവം ചേച്ചിമാരെ. ആ വറചട്ടിയിൽ കിടന്ന് കുഞ്ഞുങ്ങൾ പടയ്ക്കുമ്പോൾ അമ്മ സഹനത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ച്, മക്കളെ, നമുക്ക് വലുത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതിന് നീ അനുസരിച്ച് അടുത്ത് പാലിച്ചാൽ നീ ദൈവത്തോട് കൂടെ ആയിരിക്കും. ഓരോ മക്കളെയും ധൈര്യപ്പെടുത്തി കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പെറ്റമ്മ. ഏറ്റവും ഇളയവന്റെ 7-ാമത്തെ കുഞ്ഞ്. അവിടെയെങ്കിലും ഒരു മാനസാന്തരം അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് രാജാവ് പറഞ്ഞു, നിന്റെ 7-ാമത്തെ കുഞ്ഞാണ്, നീ പറവനോട് ഒരല്പം പന്നിമാംസം ഭക്ഷിച്ചാൽ മതി, നിനക്കും നിന്റെ 7-ാമത്തെ കുഞ്ഞിനും ജീവൻ നിലനിർത്താം. എന്താണ് ആ സമയത്ത് ആ കുഞ്ഞ് രാജാവിനോട് പറയുന്നത്? എന്താ പറയുന്നത്? നാലാമനെ ആ വിധം, 1, 2, 3 4-ാമനെ ആ വിധം. ഏത് വിധം? ഈ മാരകമായ പീഡനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ 14-ാമത്തെ വാക്യം പറയാണ്, 4-ാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെ കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്നും മരണം ഭരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല, പുതിയ ജീവിതവുമില്ല. കേട്ടോ, പുനരുത്ഥാനം അന്നത്തെ കാലത്ത് പഴയ നിയമത്തിലെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള അവരുടെ സ്വപ്നം ആര് കൊടുത്തതാണ്? ആ അമ്മ കൊടുത്തതാണ്, ആ പെറ്റമ്മ കൊടുത്തതാണ്, ആ പെറ്റമ്മ കൊടുത്തതാണ്. ഇതാണ് അമ്മ, ഇതാണമ്മ. പിന്നെ എന്താ പറയുന്നത്? അവസാനത്തെ കുഞ്ഞിന്റെ കാര്യം എന്താ പറയുന്നത്? 29-ാമത്തെ വാക്യം, ഈ കശാപ്പുകാരന് അമ്മ പറയുകയാണ് ഈ കശാപ്പുകാരനെ. ഏത് കശാപ്പുകാരൻ? അന്ത്യോക്യോസ് എന്ന് പറയുന്ന ഈ വിജാതീയ രാജാവിനെ, ദൈവജനത്തെ അടിമകളാക്കി മാറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിജാതീയ രാജാവിനെ, ഈ കശാപ്പുകാരനെ
ഭയപ്പെടേണ്ട, സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക എന്റെ മകനെ. നോക്കിയ ഒരു പെറ്റമ്മ പറയുക കുഞ്ഞിനോട്, മരണം മരണേ നീ മകനെ നീ മരണം ഭരിക്കുക. എന്താ 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 പറയുന്നത്? ദൈവകൃപയാൽ നിന്നെ കാണാൻ എനിക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരമ്മ ചെയ്യേണ്ട കർത്തവ്യം. ഒരമ്മ ചെയ്യേണ്ട കർത്തവ്യം. ഇനി ഇത് പഴയ നിയമത്തിലെ സംഭവങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഒരമ്മ തന്റെ കുഞ്ഞിനെ ബലിയാക്കി മാറ്റാൻ വേണ്ടി, അവിടെ ഒരമ്മ ദൈവകൽപ്പന പാലിക്കാൻ വേണ്ടി തന്റെ 7 മക്കളെയും അതികഠിനമായ പീഡനത്തിലേക്ക് വിട്ടുകൊടുത്തുവെങ്കിൽ, ഇവിടെ പുതിയ നിയമത്തിൽ ഒരമ്മ ലോകം മുഴുവനുമുള്ള മക്കളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അതെടുത്ത് പറയണോ, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ മകനെ ഒരു ബലിയാക്കി മാറ്റാൻ ബലിപീഠത്തിലേക്ക് ഓരോ ദിവസവും തള്ളി 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 കൊണ്ടുപോകുകയാണ്. ആ അമ്മയും ആ മകനെ വിശ്വാസത്തിൽ വളർത്തി, ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ അവനെ വളർത്തി കൊണ്ടുവന്നു. ആരും കൊണ്ടുവന്നു? അമ്മ കൊണ്ടുവന്നു. അമ്മ കൊണ്ടുവന്നു. ലൂക്കാ 2:51-52 കാണുന്നത് വെറുതെ കിട്ടിയതല്ല. യേശു കുരിശിൽ കിടക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്, 22-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അത് വെറുതെ കിട്ടിയതല്ല. അമ്മ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥന അല്ലേ? മകനെ ബലിയാക്കാൻ വേണ്ടി ആഴമായ വിശ്വാസത്തിൽ സകലത്തിന്റെ വഴിയിലൂടെ കടന്നുപോയ അമ്മ, ആ അമ്മയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനം എന്താ? സ്വർഗം നൽകിയ സമ്മാനം എന്താ? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹിമയുടെ ഈ 5-ാമത്തെ രഹസ്യം 13-ാം നൂറ്റാണ്ട് മുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. അവൾ സ്വർലോക രാജ്ഞിയായി കണ്ടോ. സഹനം ഇവിടെ കൊണ്ടെത്തിക്കുന്നത് ആ അമ്മ അല്ലെങ്കിൽ ആ മക്കളെ പറഞ്ഞ അമ്മ പഠിപ്പിച്ചത് എന്തായിരുന്നു? ആ മക്കളെ അമ്മ പഠിപ്പിച്ചത് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടും. ഇവിടെ വായിച്ചിട്ടിടുമ്പോൾ തീർന്നു പോകുന്ന നല്ല മക്കളുടെ ജീവിതം, മറ്റൊരു ജീവിതമുണ്ട്, മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ മക്കളെ ആഴമായ വിശ്വാസത്തിൽ വളർത്തി, പറഞ്ഞു പഠിപ്പിച്ച് വളർത്തി. ഈ അമ്മയും ഈ അമ്മയ്ക്ക് പറയാം, എന്റെ മകൻ കേവലം കാൽവരി മലയുടെ നെറുകയിൽ ഒരു യാഗബലിയായി തീരേണ്ടവൻ മാത്രമല്ല, അതിനപ്പുറം അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കും. അമ്മയ്ക്കറിയാം, കാരണം ഈശോ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ അവർക്കത് മനസ്സിലായില്ല. പക്ഷെ ആർക്ക് മനസ്സിലായി? അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവള് ഇങ്ങനെ പ്രഘോഷിച്ച് നടക്കുന്നവളല്ല, അവളെല്ലാം ചങ്കിനകത്ത് സംഗ്രഹിച്ചു വെക്കുന്നവളാണ്. അപ്പൊ അവർക്കറിയാം അവൻ ഉദ്ധാനം ചെയ്യും.
അവൻ ഉത്ഥാനം ചെയ്യും. ആ ഉത്ഥാനത്തിന് സദൃശമായ ഒരു ഉത്ഥാനമാണ് ഇന്നേ ദിവസം നമ്മൾ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആത്മശരീരങ്ങളോടെ അവിടെ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവള് സമാധാനത്തിൽ മരിച്ചവളാണ്. ജീവനോടെയല്ല എടുക്കപ്പെട്ടത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഇതാ അപ്പോസ്തലന്മാര് നാനാഭാഗങ്ങളിലേക്കും സാക്ഷ്യമായി കടന്നുപോയി. വർഷങ്ങൾ കടന്നുപോവുകയാണ്. അമ്മ മരണത്തോടടുക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ദിവ്യജ്ഞാനത്തിൽ വെളിപ്പാടുകൾ കൊടുത്തു. ഇതാ അമ്മയുടെ സമയമായി, മക്കളെല്ലാവരും അമ്മയുടെ അടുത്ത് ഒരുമിച്ച് കൂടുക. നമ്മുടെ സംശയക്കാരൻ തോമാസ് മാത്രം ഉണ്ടായില്ല. പുള്ളി അങ്ങനെയാണ്. പുള്ളി അന്നും ഉണ്ടായില്ല. കർത്താവ് ഉദ്ധാനത്തോട് പുള്ളി ഉണ്ടായില്ല. അമ്മയുടെ അടുത്ത് പുള്ളി അമ്മ മരിച്ച 3-ാം ദിവസമാണ് കരഞ്ഞു പിടിച്ച് ഓടി വന്നത്. കിട്ടിയ ദർശനത്തിന് കിട്ടി. പക്ഷെ ആള് വന്നപ്പോഴത്തേനും കൂടെ എല്ലാം കഴിഞ്ഞു. കാണാനുള്ള യോഗം ഉണ്ടായില്ല. അമ്മയുടെ ലാസ്റ്റ് ബ്ലെസ്സിങ് ബാക്കി 11 പേർക്ക് കിട്ടി. പിന്നെ ആ മനോവേദനയോട് കൂടി അവിടെ എവിടെയാണ് കേൾക്കണമെന്ന് വിചാരിച്ചു. കുടിമാനത്തിലേക്ക് പോയി. 3-ാം ദിവസം അമ്മ മരിക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. പുത്രൻ മരിച്ച അതേ ദിവസം അതേ സമയം ആ കുഴിമാടത്തിലേക്ക് ചെല്ലുമ്പോ കുഴിമാടത്തിൽ കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നത് മാലാഖ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അമ്മയുടെ കുഴിമാടത്തിലേക്ക് ചെന്ന് നോക്കുമ്പോ കുഴിമാടം അവിടെ ഒന്നും കാണുന്നില്ല. ഉണ്ട് അമ്മയുടെ ഒരു കച്ച അവിടെ കിടപ്പുണ്ടായിരുന്നു. ആത്മശരീരങ്ങളോടെ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് തെളിവായിട്ട് അല്ലേ? യേശുവിന്റെ കുഴിമാടത്തിൽ എന്തുണ്ടായിരുന്നു? ചുറ്റിയിരുന്ന കച്ചയുണ്ടായിരുന്നു. ആത്മശരീരങ്ങളോടെ അവരെടുക്കപ്പെട്ടു. പക്ഷെ പിന്നീട് തോമാസിന് ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മ കൊടുത്ത് ആ വിഷമമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ അല്ലേ ഒരു ആന്തരിക മുറിവ് വന്നാൽ പിന്നെ സുശേഷമായിട്ട് പോകാൻ പറ്റും. ആന്തരിക മുറിവൊക്കെ സൗഖ്യപ്പെടുത്തിയിട്ടാണ് പിന്നെ ആള് പോകുന്നത്. അവിടുന്ന് ഒരൊറ്റ പോക്കാണ് എങ്ങോട്ട്? ഭാരതത്തിലേക്കാ പോകണേ. അമ്മയുടെ ബ്ലെസ്സിങ്ങോട് കൂടി പോകുന്നതാണ്. അതുകൊണ്ട് അമ്മ മാതാവിന്റെ ശക്തമായ മധ്യസ്ഥം നമുക്കുണ്ട്. ഇനി ഇതിന്റെ ദിവസം എന്താ പറയുക? വേറെ നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിച്ചില്ലെങ്കിലും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ? മക്കളാണ് നമ്മൾ, മക്കളാണ്. ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥന്റെ ശക്തി ഇന്ന് വിശുദ്ധ ബലിയുടെ മധ്യേ വായിച്ച സുവിശേഷം കൈവക്കെ എല്ലാവരും പറയണ്ട, അറിയാവുന്നവർ മാത്രം കൈവക്കെ. ആരുമുണ്ടല്ലോ ഷാട്ടുകൾ മോഹം കൈവക്കെ. ഇന്ന് വിശുദ്ധ ബലിയുടെ മധ്യേ വായിച്ച സുവിശേഷം ആരും ആരോട് ചോദിക്കുന്നില്ല. അറിയാവുന്നവർ കരവർത്തിക്ക് 1, 2, 3, 4, 5 അധികം എന്താ ചോദിക്കില്ല. ആരോട് ചോദിക്കുന്നില്ല. എന്തായിരുന്നു സംഭവം? നമുക്ക് ബൈഹാർട്ടാണ് ആണെങ്കിൽ പ്രത്യേകിച്ച് പുറത്തരിച്ച് ഇച്ചിരി അടിക്കുന്നവനാണെങ്കിൽ പ്രത്യേകിച്ച് അവനിത് ആ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുക. അവൻ കാനായിൽ വീഞ്ഞുണ്ടാക്കി അതും പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി. പിന്നെ എന്ത് ഞങ്ങൾക്ക് ഇച്ചിരി തേമ്പി കൂടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി എന്ന് പറയുന്നത്
വെറും പച്ചവെള്ളത്തെ അവിടെ വീഞ്ഞാക്കി എന്നുള്ളതല്ല. ദൈവത്തിന്റെ പദ്ധതികൾ തന്നെ തകിടം മറിക്കാൻ തക്കവണ്ണം ശക്തമാണ് അമ്മയുടെ മാധ്യസ്ഥം. കാരണം ഈശോ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്റെ സമയം ദൈവത്തിന് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു ടൈമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുൻപേ ദൈവം ഇടപെടുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ സമയത്തിന്റെ മേൽ അധികാരമുള്ള പരിശുദ്ധി അമ്മ അല്ലെ? അതല്ലേ ഇവിടെ സംഭവിച്ചേ? ദൈവത്തിന്റെ പദ്ധതികൾക്ക് മുകളിൽ, ദൈവത്തിന്റെ സമയത്തിന്റെ പരിധികൾക്ക് അപ്പുറത്ത് ഇടപെടാൻ കഴിയുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അമ്മയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദൈവം പോലും അമ്മയുടെ മുൻപിൽ, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം പോലും അനുസരിക്കുകയാണ്. അമ്മ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവവചനം ആരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നുവോ അവര് ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. ഇതാണ് അമ്മയുടെ മാധ്യസ്ഥ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തില് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള മനോഹരമായ ഒരു കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇന്നേ വരെ അത് കേട്ടിട്ടുണ്ടാവില്ല. ഇന്നേ വരെ ഒരുപക്ഷെ ആരും അത് പ്രസംഗിച്ചിട്ടുണ്ടാവില്ല. ഇന്നേ വരെ ആരും അതെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ കേട്ടിട്ടില്ല ആരും പറയുന്നത്. 132 സങ്കീർത്തനം, 132 സങ്കീർത്തനം 132 സങ്കീർത്തനം അതിന്റെ 13 വചനങ്ങൾ വായിച്ചാൽ 13 വചനങ്ങൾ. നിർത്തി വായിച്ചേ. അതായത് 132 സങ്കീർത്തനം 13 തിരുവചനമാണ്. ഈ സത്യത്തിൽ ഞാൻ മറന്നെടുക്കുകയാണ്. സൗദി അറേബ്യയിൽ വെച്ച് ഒരിക്കൽ ഈ പാട്ട് ഇല്ലേ, എനിക്ക് മാതാവിന്റെ പാട്ട് എന്ന് പറഞ്ഞില്ലേ, കൃപ നിറഞ്ഞവളെ സ്വസ്തി സ്വസ്തി നന്മപൂരിതേ സ്വസ്തി സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി സ്വസ്തി നന്മപൂരിതേ സ്വസ്തി സ്വസ്തി, കൃപ നിറയാൻ കൃപ വളരാൻ അമ്മ പ്രാർത്ഥിക്കണേ, ശുദ്ധി നിറയാൻ ശുദ്ധി വളരാൻ അമ്മ പ്രാർത്ഥിക്കണേ, കൃപ നിറഞ്ഞവളെ സ്വസ്തി സ്വസ്തി നന്മപൂരിതേ സ്വസ്തി സ്വസ്തി. അങ്ങനെ താഴേക്ക് പോകുക. ആ സമയത്ത് വെറുതെ ബൈബിളിൽ വന്ന് വായിച്ചപ്പോ എനിക്ക് ഈ 13 വചനത്തില് ക്ലിക്കായി. എന്തെന്നാൽ കർത്താവ് സീയോനെ തെരഞ്ഞെടുത്തു, അതിൽ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇത് പരിശുദ്ധാത്മാവോട് ചേർത്ത് ധ്യാനിച്ചാലാട്ടോ കിട്ടുള്ളൂ. ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എന്റെ വിശ്രമസ്ഥലം. ഞാൻ പറഞ്ഞു, ദൈവം പോലും പരിശുദ്ധ അമ്മയുടെ യാചനയുടെ മുമ്പിൽ അനുസരിക്കുന്നു. എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും അനുസരിക്കുന്നു. അതിന് കാരണമാണ് ഈ പറഞ്ഞു വരുന്നത്, ഇതാണ് എന്നേക്കും എന്റെ വിശ്രമസ്ഥലം, ഞാനിവിടെ വസിക്കും, ഞാനിവിടെ വസിക്കും. എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു.
വേണ്ടതെല്ലാം ഞാൻ സമർത്ഥമായി നൽകും. അതിൽ നിന്നാണ് നമുക്ക് എടുത്തു തരിക അവൾക്ക് വേണ്ടതെല്ലാം. അപ്പൊ അവളോട് നമ്മൾ ചോദിക്കുന്ന സംഭവങ്ങള് എല്ലാം ദൈവം നമുക്ക് തരുന്നു. അപ്പൊ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമർത്ഥമായി നൽകും. ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാകും. ആഹാരം എന്ന് പറയുമ്പോൾ കേവലം ഞം മാത്രമല്ലാട്ടോ. ആഹാരം എന്ന് പറയുമ്പോ സകല സംഭവങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും, എല്ലാ കാര്യവും അതെ സ്വർഗസ്നായ അന്നൊന്നും വേണ്ട ആഹാരം, എന്ത് അന്നൊന്നും വേണ്ട ആഹാരം മാത്രം നോക്കി ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ലെന്നേ. ഭൗതികമായിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ഏറ്റവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ സമർത്ഥമായി നൽകും. ഞാൻ അവളുടെ ദരിദ്രന്റെ ആഹാരം നൽകി സംതൃപ്തരാകും. അവളുടെ ദരിദ്രരെ, അവളുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട മക്കള്, ഒന്നുമില്ലാത്തവരിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കൈ വെക്കുന്ന കാര്യമുണ്ടോ? മുട്ടുമടക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ആവശ്യമുള്ളത് പിന്നെ എന്ത് മുട്ടുമടക്കാനാ? ആരുടെ മുമ്പിൽ ആരുടെ മാധ്യസ്ഥം തേടാനാ? പാവപ്പെട്ട നമ്മളെപ്പോഴുള്ളവരെ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. ആഹാരം മീൻസ് സർവ്വതും. അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും. അവളുടെ വിശുദ്ധർ ആനന്ദിച്ചാർപ്പ് വിളിക്കും. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും. പിതാവായ ദൈവമായി പറയുന്നത്, അവിടെ ദാവീദിനായി ഞാനൊരു കൊമ്പ് മുളപ്പിക്കും. ആ കൊമ്പാണ് പിതാവായ ദൈവം മുളപ്പിച്ച കൊമ്പാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു മിശിഹ മുളപ്പിക്കും. എന്റെ അഭിഷേകത്തിന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അവന്റെ ശത്രുക്കളെ ഞാൻ ലജ്ജയൊടിപ്പിക്കും. എന്നാൽ അവന്റെ കിരീടം അവന്റെ മേൽ ദീപ്തി ചൊരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാതാവിനെ കുറിച്ചുള്ള സങ്കീർത്തനത്തിലെ പരിശുദ്ധാത്മാവ് ദാവീദ് സങ്കീർത്തനെ കൊണ്ട് എഴുതി വെപ്പിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സമയത്തിന്റെ, അധികാരത്തിന്റെ ഒക്കെ അപ്പുറം അമ്മയ്ക്ക് ഇടപെടാൻ കഴിയും. അതാണ് ഇയാൾ വീട്ടില് നമ്മള് കണ്ടത്. അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. ഞാന് പണ്ടെങ്ങോ നമ്മുടെ കൂട്ടായ്മയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വേളാങ്കണ്ണി യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ജോബിന്, എന്റെ മോന് 4 വയസ്സ് പ്രായമുള്ളപ്പോ വേളാങ്കണ്ണി യാത്രയ്ക്ക് പോയത്. അതും സെപ്റ്റംബർ 8-ാം തീയതി പെരുന്നാളിന്റെ അന്ന്. മണല് വാരിയിട്ടാൽ താഴേക്ക് പോകാത്ത മാതിരി ജനസമുദ്രം ഒഴുകുകയാണ്. എന്റെ ദൈവമേ, എന്തോരം ആൾക്കാരാണ് വന്നതേ മണ്ടത്തൊന്നായി പോയി. കാരണം അതീ കൊച്ചിനെ ഒരു പ്രകാരത്തിന് നൂണ്ടും ഞോളഞ്ഞ് ഈ കൊച്ചിനെ വലിച്ചു പിടിച്ച് എങ്ങനെയായി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പഴയ പള്ളിയില് ഒരു പ്രകാരം കുത്തി ഞോളഞ്ഞ് അവിടെ കയറി ചുമാല പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് തുടങ്ങി. അപ്പോ ഞാൻ ഇവളോട് പോകുന്ന വഴി പറഞ്ഞു, കാരണം അനൗൺസ്മെന്റ് കേൾക്കാം, ഇതാ ഇന്ന കുഞ്ഞിനെ കാണാനില്ല. 8 മണിക്കൂറായി ഒരു കുഞ്ഞിനെ മിസ്സായി. 8 മണിക്കൂർ ഒരറിവുമില്ല. അനൗൺസ്മെന്റ് ചെയ്യാണ്, ഈ ഭിക്ഷാടനത്തിന് വേണ്ടി കൊണ്ട് കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിൽ കയറി അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി സന്തോഷത്തിന്റെ രഹസ്യം തുടങ്ങി. ഞാൻ പറഞ്ഞു, കൊച്ചനെ സൂക്ഷിച്ചോളൂ. ഞാൻ കണ്ണടച്ച് കരപിരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. 3ാമത്തെ രഹസ്യം ചൊല്ലുമ്പോഴാട്ടിയാണ് മാന്തിയിട്ട് കൊച്ചന്റെ കൊച്ചന്റെ കൂടെ അല്ലായിരുന്നു. ജെറൂസലേം ദേവാലയത്തിൽ തിരിച്ചു വന്നപ്പോ വിചാരിച്ച ഇവിടെ ഉണ്ടാവില്ല, അവിടെ വിചാരിച്ച അവിടെ ഉണ്ടാവില്ല. കണ്ടില്ല, ഒരു സ്ഥലത്തില്ല. എന്താ ചെയ്യാ? കൊച്ചാ ഭാഗത്തൊന്നും ഇല്ല. നോക്കിട്ട് ആ ഭാഗത്ത് പോയില്ല. എങ്കിൽ നോക്കാൻ പറ്റും, ജനം സമുദ്രം നോക്കാൻ പറ്റും. അപ്പോഴത്തേനും ഇവിടെ കൂട്ടം നിലവിളിയായി. ചങ്കത്തിന്റെ എന്റെ പുള്ള പോയേ.
എന്റെ പിള്ളേ അപ്പോഴത്തേന് പെട്ടെന്ന് പാണ്ഡികളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സാരമില്ല നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ എല്ലാവരും. ഞാനൊന്നും മിണ്ടാറില്ല. ഞാൻ എണീറ്റ് ഞാൻ അവിടെ മുട്ടല് വരും. ഇവരോടൊരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ വന്നിരിക്കുന്നത് അമ്മയുടെ പരിശുദ്ധ പുണ്യഭൂമിയിലാണ്. ഒന്നും സംഭവിക്കില്ല, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, കുഞ്ഞിനൊരു പോറൽ പോലും നിൽക്കാതെ കുഞ്ഞ് നമ്മുടെ കരങ്ങളിലെത്തും. ഞാൻ കൂടെ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിന്യൂ ചെയ്തു. 3-ാമത്തെ രഹസ്യം തീർത്തു, 4-ാമത്തെ രഹസ്യവും തീർത്തു. 5-ാമത്തെ രഹസ്യത്തിലേക്ക് കടക്കുമ്പോ ശരിക്കും തൊണ്ട ഇറങ്ങുന്നുണ്ട്. 5-ാമത്തെ രഹസ്യത്തിന്റെ 5-ാമത്തെ നന്മ നിറഞ്ഞ വരികൾ ചൊല്ലുമ്പോ ശക്തമായിട്ട് ആരോ പുറകെ നിന്ന് ഒരു തള്ളൽ. ഞാൻ ഇതിന് മുൻപ് കുത്തിപ്പോയി മുമ്പോട്ട് ഇങ്ങനെ നോക്കിപ്പോ അവനാ ഞാൻ കെട്ടിപ്പിടിച്ചു വെച്ചു, മോനെ നീ എവിടെയായിരുന്നു? അപ്പൊ അതൊരു പപ്പ നമ്മള് JCB കണ്ട കടയില്ലേ, JCB കണ്ട കട. നമ്മൾ റോമിന്ന് വന്നപ്പോ അവിടെ കളിപ്പാട്ടം വെക്കുന്ന ഒരു കടയുണ്ട് താഴെ, കുറെ അകലെയാണ്. അപ്പൊ അവിടെ ആ കളിപ്പാട്ടം വെക്കുന്ന JCB തൂങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഇവനത് വേണമല്ലോ. ഈ 8 മാസം മുതൽ വണ്ടി എന്ന് പറഞ്ഞാൽ മേടിക്കുന്നതാണ്. അപ്പൊ ഞാൻ തിരിച്ചു വരും, അവരെ തിരിച്ചു വരുമ്പോൾ നമുക്ക് അത് വാങ്ങാം എന്ന്. അപ്പൊ പറയാ നമ്മൾ JCB കണ്ട കടയില്ലേ, അവിടെ പോയത് ഞാൻ. അവിടെ മോനെ എങ്ങനെ വന്നു? എടാ നീ എങ്ങനെ വന്നു? നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ പറയുകയാണ്, ആരാണ്ടെന്ന് തള്ളി 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 എന്നെ കൊണ്ടുവന്നു. പപ്പ കണ്ടപ്പോ ഒരൊറ്റ തള്ളു തന്നു. പപ്പയെ കണ്ടപ്പോ ഒറ്റ തള്ളു. ഞാൻ ആ ഓടി വന്ന് പപ്പയെ ഇടിച്ച് വീണത്. പപ്പയെ കണ്ടപ്പോ ഒറ്റ തള്ള. ഹല്ലേലൂയ. ആരാണ് അവനെ തള്ളിക്കൊണ്ടുവന്നത്? പരിശുദ്ധയമ്മ. പരിശുദ്ധയമ്മ. അവൾ സ്വർഗാരോപണമല്ല, അവൾ സ്വർഗ ആരോഹണം ചെയ്തെന്ന് ഞാൻ പറയും. ആരോപണമല്ല, ആരോഹണം. എങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റോ അതുപോലെ തന്നെ. അതുകൊണ്ടാണ് അമ്മ ജീവിക്കുന്നവളായിട്ട് സ്വർഗത്തില് വാഴുകയാണ്. അതുകൊണ്ടാണ് ജീവിക്കുന്നവളായി വന്ന് ഈ കുഞ്ഞിനെ തള്ളി തള്ളി തള്ളി. തള്ളാതൊന്നും ഇടമില്ലെന്ന്, ഒരാൾക്ക് നടക്കാനുള്ള ക്യാപ്പ് പോലും ഇല്ല. എന്നിട്ട് പറയുന്നത് ഇവിടെ പിടിച്ചിട്ടാണ് ഈ ഷർട്ടിന്റെ കോളറോട് കൂടി പിടിച്ച് പുറേന്ന് തള്ളി തള്ളി കൊണ്ടുവന്ന് കേട്ടോ. 5-ാമത്തെ സമയമാണ്. 5-ാമത്തെ രഹസ്യത്തിന്റെ 5-ാമത്തെ രഹസ്യം കഴിഞ്ഞിട്ട് ജപം കഴിഞ്ഞിട്ട് ഇതാണ് അമ്മ മാതാവിന്റെ മാധ്യസ്ഥ. അമ്മ മാതാവിന്റെ മാധ്യസ്ഥ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സകല മക്കളുടെയും മധ്യസ്ഥയായ സർവ്വലോക രാജ്ഞി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുത്തിനിയയിലെ സ്വർണ്ണാലയമേ എന്ന് വിളിക്കുന്നത്. അവളെ സ്വർണ്ണം ഒന്നും വിളിച്ചാൽ പോരാ, സ്വർണ്ണാലയമേ. തങ്കത്തിൽ പൊതിഞ്ഞവൾ, പൊതിയപ്പെട്ടവൾ. എന്തുകൊണ്ടാ അങ്ങനെ വിളിക്കുന്നേ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മയെ സ്വർണ്ണാലയമായിട്ട് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഈശോ വസിക്കുന്ന ഈ വസിച്ച സക്രാരിയായിരുന്നു. പഴയ നിയമത്തിലൊരു വാഗ്ദാന പേടകം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം പൊതിഞ്ഞിരുന്നു. എന്തുകൊണ്ടാ? സ്വർണം തങ്കം കൊണ്ട് അടിച്ചു പരത്തിയ തങ്കം സ്വർണം കൊണ്ടാണ് ഈ വാഗ്ദാന പേടകം പൊതിഞ്ഞിരുന്നത്. എന്തായിരുന്നു അതിന്റെ ഉള്ളിൽ? എന്തായിരുന്നു അതിന്റെ ഉള്ളിൽ? 10 കൽപ്പനകളും
പിന്നെ എന്താ? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതുപോലെ ഞാൻ അപ്പമായി ലോകാവസാനം വരെ, അന്ത്യം വരെ ഒരപ്പകഷ്ണമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മന്നായുടെ ഒരു പീസ്. അതായത് അവിടെ ദൈവ സാന്നിധ്യം നിലനിന്നു. ഈ വാഗ്ദാന പേടകത്തിൽ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് ആര്? പരിശുദ്ധ അമ്മ ദൈവത്തെ തന്നെ വഹിച്ചവൾ. അവിടെ പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യം നിലനിന്നെങ്കിൽ പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരമപരിശുദ്ധനായ ദൈവത്തെ തന്നെ വഹിച്ചവൾ. അത് സ്വർണം കൊണ്ടല്ല പുതിയേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഉത്തരിയേത് സ്വർണാലയമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത് കേൾക്കുമ്പോ ചിലർക്ക് ഞെറ്റി ചുളിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ? ചില ഇതര സഭക്കാർക്ക് ഞെറ്റി വിളിയും. ഓ സ്വർണം, സ്വർണം, ഇതായിരുന്നു രീതി. വെറുതെ അല്ല സഭ സ്വർണ്ണാലയമൊന്നും വിളിക്കുന്നത്. ഒരു വേരം പോലെ എഴുതി വെച്ചിരിക്കുന്നല്ല. ഏതെങ്കിലും ഒരു മാർപ്പാപ്പയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ദർശനം കിട്ടി എന്നങ്ങ് എഴുതിയേക്കാം. നോ, അതിന്റെ പിന്നിൽ വ്യക്തമായ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. അതാണ് സത്യം. ഒക്കെ നമ്മൾ വാഗ്ദാനത്തിന്റെ വെള്ളമേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം അവളിൽ വിളങ്ങിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നിരന്തരം യാചിക്കാം, അപേക്ഷിക്കാം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ആ അമ്മ 7 മക്കളെ വിശ്വാസത്തിൽ വളർത്തിയതുപോലെ നമ്മളും നമ്മുടെ തലമുറയും വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി സഹനത്തിന്റെ നീച്ചൂളിലൂടെ കടന്നു പോകുമ്പോഴും ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നൊരിച്ച് വ്യതിചലിക്കാതെ ഉത്തരോത്തരം മുന്നേറി തമ്പുരാന്റെ സന്നദ്ധിയിൽ ആതിഥ്യതയിൽ എത്തുന്നത് വരെ ഇവളുടെ മാധ്യസ്ഥം ഉണ്ടാകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാധ്യസ്ഥൊന്നും വേണ്ട, പിന്നെ ആരാധന, പിന്നെ സ്തുതിപ്പ്, ആരാധന, അത് മാത്രം മതി. പിന്നെ നമ്മളോട് മാധ്യസ്ഥ യാചിക്കുന്നവർക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിച്ചു. ആ മഹത്വത്തിന്റെ കിരീടം നമുക്കും അവൻ ധരിപ്പിക്കും, അമ്മയെ ധരിപ്പിച്ചതുപോലെ. അതിനുള്ള യോഗ്യത നമ്മൾ ഇവിടെ നേടിയെടുക്കണം. അതിനാണ് കുറച്ച് സഹനം ജീവിതത്തിന് ദൈവം അനുവദിക്കുക. അതിനാണ് സഹനം, അതിനാണ് ഞെരുക്കം. യാദൃശ്ചികമായിട്ടൊന്നും വരുന്നതോ ഒരു വ്യക്തി മനഃപൂർവ്വം തരുന്നതോ അല്ല. അതിലുപരി ഇതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം. അതുകൊണ്ട് ഈ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. എഴുതിക്കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഏതിലേക്കോ ആത്മാവ് നയിച്ചു, എവിടേക്കോ ആത്മാവ് കൊണ്ടുപോയി. നമ്മയുടെ കാര്യം മാത്രം പറയാനായിട്ടാണ് ആത്മാവ് നയിച്ചത്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമുക്ക് എണീറ്റ് നിൽക്കാം. മാതാവിന്റെ ശക്തമായ അമ്മയുടെ ഗാനം ആലോചിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നിരന്തരം നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. നമുക്കൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അമ്മയെ വിളിക്കാതെ ഒരു പ്രാർത്ഥനയില്ല, അല്ലേ? ഒരു പ്രാർത്ഥനയില്ല. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഏതൊരവസ്ഥയിലും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന
ഒരു വ്യക്തിത്വമാണ് അമ്മയുടെ. നമ്മുടെ പെറ്റമ്മയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ പെറ്റമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നമ്മളെ ഒന്ന് കരുപ്പിടിപ്പിക്കാൻ, പച്ചപിടിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നേടിത്തരാൻ വേണ്ടി പെറ്റമ്മ സഹിച്ച സഹനം. പട്ടിണി കിടന്നു ഇല്ലായ്മകളിലും പോരായ്മകളിലും ഒക്കെ കണ്ടപ്പെടുമ്പോൾ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ മുണ്ടുമുറുക്കി കൊടുത്ത്, നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുത്ത്, അല്പം വറ്റും കഞ്ഞിവെള്ളവും കൂടി ഊറ്റി കുടിച്ച് കറി പോലും എടുക്കാനില്ലാതെ 8ഉം 10ഉം മക്കളെ പോറ്റി വളർത്തിയ നമ്മുടെ അമ്മയിലേക്കൊക്കെ തിരിയുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. നമ്മുടെ തൊണ്ടയൊക്കെ ഇടാറും. അമ്മയുടെ സ്നേഹം എത്രയോ വലുതാണ്. അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ അമ്മ, പെറ്റമ്മ ഇത്രയധികം സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സ്വർഗീയ അമ്മയുടെ സ്നേഹം എത്ര വലുതായിട്ട് പാപമാതാവിന്റെ മാധ്യസ്ഥമയത്തിലൂടെ കണ്ണുകളെ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ ദൈവങ്ങളെയും അമ്മയുടെ നിലനിലതയോടെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അമ്മയുടെ മാധ്യസ്ഥന്റെ വീട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. Maria,
സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങയുടെ അങ്ങയുടെ ഉയർന്ന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുടമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം.